ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഇവൻറ്റിന് പോവുകയാണ് കേട്ടോ. ഇവൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇక കൺസ്ട്രക്ഷൻ ഫീൽഡ് ആയതുകൊണ്ട് നമ്മൾ സൈറ്റിലോട്ട് മെറ്റീരിയൽ ഇറക്കുമല്ലോ. അപ്പം നമ്മൾ സിമൻറ്റ് ഇറക്കുന്ന സമയത്ത് അൾട്രാടെക്കാണ് നമ്മൾ ഇറക്കലുള്ളത് മിക്ക ടൈമിലും. അപ്പം അൾട്രാടെക്കിൻ്റെ സിമൻറ്റ് ഇറക്കുമ്പോൾ ഓരോ ബാഗിന് ഒരു പോയിൻ്റ് വീതം നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഇത്ര പോയിൻ്റ് ആകുമ്പോൾ ആ പോയിൻറ്റിനനുസരിച്ചുള്ള ഗിഫ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഓരോ പോയിൻറ്റിനനുസരിച്ചാണ്. ഏറ്റവും കൂടുതൽ പോയിൻ്റൊക്കെ കിട്ടുന്നവർക്ക് ഇൻ്റർനാഷണൽ ട്രിപ്പൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളുടെ ഗിഫ്റ്റ് വാങ്ങാനായിട്ട് വന്നേക്കുവാണേ. അപ്പോൾ 11-ാം തീയതി ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന വീട്ടിലെന്താ പരിപാടി ഉണ്ടായിരുന്നോ? ഇല്ല, വീട്ടിലൊരു പരിപാടിയില്ല. എന്നാൽ നമ്മുടെ കേക്ക് മുറിച്ച് തന്നെ ആഘോഷിക്കണം കേട്ടോ. ആകെ ഒരാൾ വന്ന് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോവാ എന്ന് കരുതി വന്ന ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിലൊന്നായിരുന്നു അന്നത്തെ ദിവസം ജനിച്ചവർക്കുള്ള ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കേട്ടോ. അപ്പോൾ അതൊരു കുട്ടിക്കാണ് കിട്ടിയത്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഇക്കൻ്റെ പേരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഗിഫ്റ്റ് വൗച്ചർ കിട്ടിയിട്ടുണ്ടായിട്ടോ. ഗിഫ്റ്റ് നമുക്ക് കിട്ടിയത് ഒരു മിക്സർ ഗ്രൈൻഡർ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങി കുറച്ച് നേരം കൂടെ അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ പോയിൻ്റ് കിട്ടിയ ആളാണ് കേട്ടോ ഇത്. അവർക്ക് ഇൻ്റർനാഷണൽ ട്രിപ്പായിരുന്നു ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് പിന്നെ ഞങ്ങൾ നേരെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലോട്ട് പോന്നു. മക്കൾ വീട്ടിൽ ആക്കിയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നേരം വൈകിയപ്പോൾ ആകെ ഒരു അസ്വസ്ഥതയായിരുന്നു മനസ്സിൽ. അത് കൂടാതെ തന്നെ നമുക്ക് പോണ വഴി നല്ലൊരു ബ്ലോക്കും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവമൊക്കെ ആയിരുന്നു. പോണ വഴി ആ ഒരു കാഴ്ചയും കൂടെ കാണാൻ പറ്റി. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, പോയപ്പോൾ ബൈക്കിനല്ലേ പോയത്, തിരിച്ചു വന്നപ്പോൾ എന്താ കാറിനെന്ന്. ഇക്കാടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നമ്മൾ ബൈക്ക് വെച്ചിട്ടാണ് നമ്മൾ കാറെടുത്ത് പോകുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ബൈക്കിന് തന്നെ പോകാമെന്നാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നീട് ഇക്കാൻ്റെ ഫ്രണ്ട് ഇങ്ങോട്ട് വിളിച്ചതാണ് കേട്ടോ. ബാക്ക് പെയിനൊക്കെ ഉള്ള കാരണം കൊണ്ട് യാത്ര ചെയ്ത് ആകെ ടയേർഡാവുകയും ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ഓർത്തപ്പോൾ നമ്മൾ കാറിന് തന്നെ പോകാമെന്ന് കരുതി അങ്ങനെ കാറിന് പോയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വന്ന പാടെ തന്നെ മക്കൾക്ക് ഗിഫ്റ്റ് എന്താണെന്ന് അറിയാനും വേണ്ടിയിട്ട് പാക്കിംഗ് ഒക്കെ പൊട്ടിച്ച് കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. ഇതാണ് നമുക്ക് കിട്ടിയ ഗിഫ്റ്റ്. മിക്സർ ഗ്രൈൻഡറാണ്. അതിൻ്റെ ബ്രാൻഡിൻ്റെ പേര് മഹാരാജ എന്നാണ് കേട്ടോ. അപ്പം നമ്മൾ വന്ന പാടെ തന്നെ മോന് മിക്സി എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാനും വേണ്ടിയിട്ട് അതിൽ ഞാൻ നട്ട്സ് പൗഡർ ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത് വെച്ച ബദാമൊക്കെ എടുത്തിട്ട് അതിൻ്റെ അകത്തിട്ട് പൊടിച്ചൊക്കെ നോക്കുവാണ് കേട്ടോ ഒറ്റയ്ക്ക്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ കൂടുതൽ പേരും ഇങ്ങനെ ഈ ഒരു സംഭവം അറിയാതെ പോയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം മെറ്റീരിയലൊക്കെ ഇറക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു സിമെൻറ്റ് ബാഗ് ഇറക്കുന്ന സമയത്ത് ഒരു ബാഗിന് ഇത്ര പോയിൻറ്റ്സ് ഒക്കെ വെച്ച് കിട്ടും എന്നുള്ളതൊക്കെ അറിയാതെ പോകുന്ന പല ആൾക്കാരും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി മുതൽ മെറ്റീരിയൽ ഇറക്കുന്ന സമയത്ത് ഇതുപോലെ പോയിൻറ്റ്സ് ഒന്ന് ആഡ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.